കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് എപ്പോഴും മാതാപിതാക്കൾക്ക് ആശങ്കയാണ് അല്ലേ? ആദ്യമായി നമ്മൾ അവരെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരുപാട് ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിനേക്കാളും ആശങ്കയാണ് ആ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുക്കുന്ന സമയത്ത്. കാരണം ഗ്രാജുവേഷൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ആവണം എന്നില്ല. കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തായിരിക്കാം കുട്ടിക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ആശങ്കകളെല്ലാം തന്നെ പാരൻസിനെ കൊണ്ട് എത്തിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജ്, ഏത് കോഴ്സ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ലേ? ഇതിൽ മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഇവിടെ പഠിച്ചാൽ എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ. ഈ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ തന്നെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ആക്ട് പ്രകാരമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജസും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും എല്ലാം സ്റ്റേറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർലമെൻറ്റിൻ്റെ ആക്ട് പ്രകാരമാണ് ആ യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെല്ലാം അവരുടെ ഫണ്ടുകളായിക്കോട്ടെ, മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, കോഴ്സിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ്ലി ആണ് അതിൽ ഇൻവോൾവ് ആവുന്നത്. അതാണ് ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാവാം, വേറൊരു കുട്ടി മേഘാലയയിൽ നിന്നാവാം, വേറൊരു കുട്ടി സിക്കിമിൽ നിന്നാവാം, വേറൊരു കുട്ടി ഡൽഹിയിൽ നിന്നാവാം. അപ്പം ഈ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു +2 കഴിഞ്ഞ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോളേജോ യൂണിവേഴ്സിറ്റിയോ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അക്കാഡമിക്സോ മാർക്കോ മാത്രമല്ല അവരുടെ ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്, അവരുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ വയ്ക്കുന്നത്, ഇതൊക്കെയും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ നല്ലൊരു പിയർ ഗ്രൂപ്പും നല്ല അധ്യാപകരും നല്ലൊരു അറ്റ്മോസ്ഫിയറും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയറുകൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. +2ൻ്റെ മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രാജുവേഷന് ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് അല്ലേ? അപ്പം ഇത് പല കുട്ടികൾക്കും ഭയങ്കരമായ മെൻ്റൽ പ്രഷറുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് കോമൺ ആയിട്ടൊരു എൻട്രൻസ് എക്സാമിനേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2022 CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, 1 എക്സാം മെനി യൂണിവേഴ്സിറ്റി, അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാം എഴുതുന്നൊരു ടെൻഷൻ കുട്ടികൾക്ക് വേണ്ട. +2ൻ്റെ മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു, അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇനി കിട്ടാതെ പോകുമോ, അങ്ങനെയുള്ള ആശങ്കകളൊന്നും തന്നെ കുട്ടികൾക്ക് വേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സാം വന്നിരിക്കുന്നത്. CUET എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് സ്ട്രീം സ്പെസിഫിക് ആണോ എന്ന്. നമുക്കറിയാം ഇപ്പോൾ JEE ഉണ്ട്, കീം, മെഡിക്കൽ എൻട്രൻസ്, അങ്ങനെ ഒരുപാട് എൻട്രൻസുകൾ. നമ്മൾ എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് മെഡിക്കലും എൻജിനീയറിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന CUET എന്ന് പറയുന്നതും അങ്ങനെയാണോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതൊരിക്കലും സ്ട്രീം സ്പെസിഫിക് ആയിട്ടുള്ളൊരു എൻട്രൻസ് എക്സാമിനേഷൻ അല്ല. നിങ്ങൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഈ പറയുന്ന ഒറ്റ എക്സാം തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഗ്രാജുവേഷന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ഗ്രാജുവേഷൻ ചെയ്യേണ്ടത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ലൈക്ക് പൊളിറ്റിക്കൽ സയൻസിലോ ഹിസ്റ്ററിയിലോ ആർക്കിയോളജിയിലോ ആണെന്നുണ്ടെങ്കിൽ CUET എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കും. ഇനി സയൻസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഒത്തിരിയുണ്ട്, ബയോടെക്നോളജി,
ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ തന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CUET വഴി അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഇനി കൊമേഴ്സാണ് പഠിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ BCom, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ BCom പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. BBA പഠിക്കാനായിട്ട് സാധിക്കും. ഇനി BMS എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, ബാച്ചിലർ ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് പഠിക്കാൻ സാധിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള ഏത് സബ്ജക്റ്റ് ഏത് സ്ട്രീമിൽ പഠിച്ചൊരു കുട്ടിക്കും ഈ പറയുന്ന ഒരു എൻട്രൻസ് എക്സാം വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, +2 സയൻസ് എടുത്തു, പക്ഷേ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. +2 സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ട്രീമിലേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് അതെടുത്തത്. അപ്പോൾ ഇനി എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ, അതായത് ഒരു ആർട്സ് സബ്ജക്റ്റിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മാറുന്നതിലും ഈ പറയുന്ന ഒരു എക്സാമിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. സയൻസ് ആണ് +2 പഠിച്ചതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം സോഷ്യൽ സയൻസ് ആണെങ്കിൽ ആ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ളൊരവസരവും ഈ പറയുന്ന എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ CUET, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി അതിൽ വരുമെന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നത്. ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രമല്ല നടത്തുന്നത്. ഇതിലൊരു 250-ൽ പരം യൂണിവേഴ്സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് CUETയുടെ സ്കോർ അനുസരിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും വലിയൊരു അവസരമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികൾ, അതായത് മാതാപിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളോ ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഒരു എക്സ്പെൻസീവ് അഫെയർ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അധികം കാശ് വേണ്ട എന്നുള്ളതാണ് സത്യം. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഫണ്ട് എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ എൻട്രൻസ് എഴുതുക എന്നുള്ളത് മാത്രമേ ആ കുട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ +2 45 or 50% മാർക്ക് മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിലും ഈ പറയുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് എൻട്രൻസ് വഴി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് കാശ് കൊടുത്ത് അഡ്മിഷൻസ് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാത്തിരിക്കാനുള്ള സമയമാണ് ഇനി വരുന്നത്. കാരണം ഒരു ജാനുവരി എൻഡിലോ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലാണ് സാധാരണ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ പലപ്പോഴും പത്രത്തിലോ അല്ലെങ്കിൽ സൈറ്റിലോ ഒക്കെ വരുമ്പോൾ പല ആൾക്കാരും വിട്ടുപോകാറുണ്ട്. അങ്ങനെ വിട്ടുപോകാതിരിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള എൻട്രൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ബോഡിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് CUETയുടെ എൻട്രൻസ് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്ക് കയറി ഒന്ന് വിസിറ്റ് ചെയ്യണം. CUET.nta.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ്സാണ്. ഇതിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും ഡയറക്റ്റ്ലി കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിയർ ആയിട്ടും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് വായിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അത് പറയാനുള്ള റീസൺ, ഒരു 250 യൂണിവേഴ്സിറ്റി ഒരു എൻട്രൻസിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ്, ആ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കണം എന്നാണ് ആഗ്രഹം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 250 യൂണിവേഴ്സിറ്റിയിലും ഈ പറയുന്ന കോഴ്സ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അവർ കൊടുത്തിട്ടുണ്ടാവും ഈ പെർട്ടിക്കുലർ കോഴ്സ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ക്രൈറ്റീരിയ വേണമോ എന്നുള്ളത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ BA എക്കണോമിക്സും ഉണ്ട്, BSc എക്കണോമിക്സും ഉണ്ട്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ BSc എക്കണോമിക്സ് ആണെങ്കിൽ +2 മാത്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നവർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നീടൊരു കൺഫ്യൂഷൻ വരുന്നത് എക്സാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു എക്സാം നിങ്ങൾ ജനറലി നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പല ആൾക്കാർക്കും തോന്നാറുണ്ട്. അതിൻ്റെ കാരണം കോമൺ ആയിട്ടൊരു എക്സാമാണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രീം സ്പെസിഫിക് ആയിട്ടുള്ളൊരു എക്സാം അല്ല. അപ്പോൾ എല്ലാ സ്ട്രീമുകാരും എഴുതുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാം. സയൻസുകാർ എന്ത് ചെയ്യണം, കൊമേഴ്സുകാർ എന്ത് ചെയ്യണം, അങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ട് പലപ്പോഴും ഒരു തെറ്റായ ഇൻഫർമേഷൻസ് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്താണെന്നും അതിൻ്റെ എക്സാം സ്ട്രക്ചർ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എക്സാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 സെഷനായിട്ടാണ് ഈ CUETയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിനി നിങ്ങൾ ഏത് സ്ട്രീം ആയിരുന്നാലും ഈ 3 സെഷനായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പർ എല്ലാ കുട്ടികൾക്കും കോമൺ ആണ്. ദാറ്റ് മീൻസ് അതിൽ വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി സ്കിൽസ്, ഗ്രാമർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന സെഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റാണ്. ഈ ഡൊമൈൻ സബ്ജക്റ്റിലാണ് പലപ്പോഴും കൺഫ്യൂഷൻസ് വരുന്നത്. കാരണം ഈ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ +2 എന്ത് സബ്ജക്റ്റാണോ പഠിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഡൊമൈനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ സയൻസ് പഠിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഡൊമൈനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയാണെന്ന് വിചാരിക്കുക, ആ കുട്ടിയുടെ ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുമ്പം സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ അവർ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ്, പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ ഹിസ്റ്ററിയോ ഒക്കെ ഡൊമൈനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് എടുക്കാവുന്നതാണ്, ബിസിനസ് സ്റ്റഡീസ് എടുക്കാവുന്നതാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സബ്ജക്റ്റ് നമുക്ക് ഡൊമൈനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം ഈ ഡൊമൈൻ സബ്ജക്റ്റിലാണ് ഒരു സ്ട്രീം സ്പെസിഫിക് എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന സെഷനാണ്. ഈ ജനറൽ ടെസ്റ്റും മിക്ക ആൾക്കാർക്കും കോമൺ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ്. അതായത് ഇതിൽ വരുന്നത് അരിത്തമെറ്റിക് എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന മൂന്നാമത് പറഞ്ഞ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന സെഷനിൽ വരുന്നത്. അപ്പം ഈ 3 സെഷനായിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ എക്സാം വരുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മളുടെ ഹോൾ ടിക്കറ്റ് റിലീസാകുമ്പോൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതിനനുസരിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. എവിടെയാണോ നമുക്ക് സെൻറ്റർ തന്നിരിക്കുന്നത് അവിടെ പോയി നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഏത് എക്സാം ആയാലും നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യപടിയായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി കുട്ടികൾ സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവർക്കും പരാതിയാണ് സോഷ്യൽ മീഡിയയിലാണ് എന്നുള്ളത്. അപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാവും. കാരണം ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളതല്ല ശരിയായിട്ടുള്ള ആൻസർ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരു റൈറ്റ് ആൻസറിന് 5 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, നമ്മൾ ഗസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അബദ്ധവശാൽ എഴുതി പോയത് തെറ്റിപ്പോയാൽ 1 മാർക്ക് അതിൽ നമുക്ക് നഷ്ടപ്പെടും. ദാറ്റ് മീൻസ് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഈ എക്സാമിന്. ഇപ്പം ഞാൻ പറയുന്നത് ലാസ്റ്റ് ഇയർ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. ഇനി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാം, ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് അവർ മാറ്റാം. അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് എല്ലാ വർഷവും ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഈ എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2022 സോ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരാറുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ഒരു എക്സാം മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ്, അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു എക്സാമിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ NTA വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു പ്രിപ്പറേഷനിൽ എപ്പോഴും ആവശ്യമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്.